പേരാമ്പ്ര സംഘർഷത്തിൽ പോലീസിനെതിരെ തെളിവുകൾ പുറത്തുവിട്ട് ഷാഫി പറമ്പിൽ എംപി ഗുണ്ടാബന്ധത്തിന് സർവീസിൽ നിന്നും പിരിച്ചുവിടപ്പെട്ട സി അഭിലാഷ് ഡേവിഡാണ് തന്നെ മർദ്ദിച്ചത് എന്നാണ് ഷാഫിയുടെ ആരോപണം. CPM നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ബോധപൂർവം സൃഷ്ടിച്ച സംഘർഷമാണ് പേരാമ്പ്രയിലേത് എന്നും എംപി ആരോപിക്കുന്നു. അഭിലാഷ് ഡേവിഡ് എന്ന CPM-ന്റെ പോലീസ് ഗുണ്ടയാണ് ഈ പേരാമ്പ്രയിലെ അക്രമത്തിന് നേതൃത്വം നൽകിയത് എന്നുള്ളത് ദൃശ്യങ്ങൾ സഹിതം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പോലീസിന്റെ രാത്രിയടിയിൽ മൂക്കിന് പൊട്ടലേറ്റ ഷാഫി പറമ്പിൽ MP സംഘർഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങൾ ഇന്നാണ് നടത്തിയത്. പേരാമ്പ്രയിൽ പോലീസ് കൃത്യമായി CPM-ന്റെ നിർദ്ദേശം പാലിച്ച് അജണ്ട നടപ്പിലാക്കുകയായിരുന്നുവെന്ന് ഷാഫി പറമ്പിൽ MP പറഞ്ഞു. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനാണ് പോലീസിന് ഉപയോഗിച്ച് CPM പേരാമ്പ്രയിൽ അജണ്ട നടപ്പിലാക്കിയതെന്ന് ഷാഫി പറമ്പിൽ MP പറഞ്ഞു. അതായത് തന്നെ മർദ്ദിച്ചത് വടകര കൺട്രോൾ റൂം ഇൻസ്പെക്ടറായ അഭിലാഷ് ഡേവിഡ് ആണെന്നാണ് ദൃശ്യങ്ങൾ തെളിവായി പുറത്തുവിട്ട് ഷാഫി പറമ്പിൽ MP പറയുന്നത്. അഭിലാഷ് ഡേവിഡ് നേരത്തെ സർവീസിലിരിക്കെ ഗുണ്ടാബന്ധമെന്ന് കണ്ടെത്തി സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ മെമ്മോ നൽകപ്പെട്ട ഉദ്യോഗസ്ഥനാണ്. പിന്നീട് ട്രൈബ്യൂണലിനെ സമീപിച്ചാണ് സർവീസിൽ തിരിച്ചു കയറിയിരുന്നത്. ഇയാൾ CPM-ന്റെ ഗുണ്ടാപ്പണികൾ നടപ്പിലാക്കാൻ അഭിലാഷ് ഡേവിഡിനെ ചുമതലപ്പെടുത്തുകയാണെന്നും ഷാഫി പറമ്പിൽ MP വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പിരിച്ചുവിട്ടു എന്ന് മാധ്യമങ്ങളോട് പറയാ, പിരിച്ചുവിട്ടു എന്ന് നിയമസഭയിൽ പറയാ, വലിയ ശുദ്ധീകരണ കലശം നടത്തിയെന്ന് അവകാശവാദം ഉന്നയിക്കുക, എന്നിട്ട് രഹസ്യമായി അവരെ സർവീസിൽ റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ട് CPM പറയുന്ന ഗുണ്ടാപ്പണിക്ക് അവരെ നിയോഗിക്കുക. അതേസമയം തന്നെ ഷാഫി പറമ്പിൽ ഉന്നയിച്ച കാര്യങ്ങളെല്ലാം നിഷേധിക്കുകയാണ് അഭിലാഷ് ഡേവിഡ്. ഷാഫിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം ഫോണിൽ അഭിലാഷ് ഡേവിഡുമായി സംസാരിച്ചിരുന്നു. ആ സമയത്ത് ഷാഫിയെ മർദ്ദിച്ചത് താനല്ല, തനിക്ക് ഈ സ്ഥലത്തായിരുന്നില്ല, മറിച്ച് പേരാമ്പ്ര ബസ് സ്റ്റാൻഡിന്റെ പരിസരത്തായിരുന്നു ഡ്യൂട്ടി എന്നാണ് അഭിലാഷ് ഡേവിഡ് പറഞ്ഞത്. എനിക്ക് അന്ന് അവിടെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ബസ് സ്റ്റാൻഡിലായിരുന്നു ഡ്യൂട്ടി. ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു 10-25 മീറ്റർ ഇപ്പുറത്താണ് ഈ സംഭവം നടക്കുന്നത്. വടകര DYSP ആയ ഹരിപ്രസാദിനെതിരെയും ഗുരുതരമായ ആരോപണമാണ് ഷാഫി പറമ്പിൽ മുന്നോട്ട് വെച്ചത്. അതായത് ഒരു കൈയിൽ ഗ്രനേഡും മറുകൈയിൽ ലാത്തിയുമായി UDF പ്രവർത്തകരെ നേരിടാൻ ഹരിപ്രസാദ് രംഗത്തിറങ്ങിയെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു. ഈ സമയത്ത് കയ്യിൽ നിന്ന് ഗ്രനേഡ് പൊട്ടിയാണ് ഹരിപ്രസാദിന് പരിക്കേറ്റത്. ഗ്രനേഡ് പാർട്ടിയുടെ കയ്യിലല്ല, ഹരിപ്രസാദിന്റെ കയ്യിലാണ് ഈ സാധനം ഉണ്ടായിരുന്നത്. ജനക്കൂട്ടമായിട്ടുള്ള തിക്കും തിരക്കും അല്ല, ഇത് കയ്യിൽ വെച്ച് ലാത്തിയും കയ്യിൽ വെച്ച് അതുകൊണ്ട് പിന്നെ മർദ്ദിക്കാനും ശ്രമിക്കുക. ഇങ്ങനെ രണ്ട് പോലീസുകാർക്കെതിരെയാണ് ഷാഫി പറമ്പിൽ പ്രധാനമായും ആരോപണം ഉന്നയിച്ചത്. ഏതായാലും UDF തന്നെയാണ് പേരാമ്പ്രയിൽ സംഘർഷമുണ്ടാക്കിയത് എന്ന് ആവർത്തിക്കുകയാണ് LDF ആണെങ്കിലും CPM ആണെങ്കിലും. പോലീസുകാർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് UDF നേതൃത്വം കഴിഞ്ഞ ദിവസം IG-യെ കാണുകയും ചെയ്തിരുന്നു. 5 ദിവസത്തിനകം ഇവർക്കെതിരെ നടപടി വേണമെന്നാണ് UDF നേതൃത്വം ആവശ്യപ്പെട്ടത്. ഈ സമയപരിധിക്കുള്ളിൽ നടപടിയില്ലെങ്കിൽ IG ഓഫീസിന് മുൻപിൽ ഉപരോധ സമരമടക്കം ആരംഭിക്കുമെന്നും UDF നേതാക്കൾ പ്രതികരിച്ചിരുന്നു. ഏതായാലും ഷാഫി പറമ്പിൽ പാർലമെന്റിന്റെ പ്രിവിലേജ് കമ്മിറ്റിക്കും പരാതി നൽകിയിട്ടുണ്ട്. ഇതിലൊക്കെ ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് ഷാഫി പറമ്പിലും UDF നേതൃത്വവും ഒന്നടങ്കം പറയുന്നത്.